പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയായ കോന്നി വനാതിർത്തിയായ കാട്ടാത്തിപ്പാറ ഉന്നതിയിലെ ഊരുമൂപ്പൻ മോഹൻദാസിനെ കാണാതായിട്ട് 4 ദിവസം പിന്നിടുന്നു. ആദിവാസി കുടുംബങ്ങൾ പാർക്കുന്ന ഉന്നതിയിൽ നിന്നും വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതിനെ തുടർന്ന് കാണാതാവുകയായിരുന്നു. പോലീസിനും വനംവകുപ്പും ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. പത്തനംതിട്ട ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലകളിൽ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളാണ് താമസിക്കുന്നത്. ആ ഒരു മേഖലയാണ് കോന്നിയിലെ കാട്ടത്തിപ്പാറ ഉന്നതിയിൽ നിന്നാണ് അവിടുത്തെ ഊരുമൂപ്പൻ മോഹൻദാസ് ഇപ്പോൾ കാണാതായിട്ട് ഏകദേശം 4 ദിവസം കഴിയുന്നു. വനപാലകരും പോലീസും ഊർജിതമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും ആ ഊരുമൂപ്പനെ കണ്ടെത്തിയിട്ടില്ല. നമ്മളോടൊപ്പം പങ്കുചേരുന്നത് കോന്നി അരുവാപ്പുലം പഞ്ചായത്തിന്റെ പ്രസിഡന്റ്. ശനിയാഴ്ച രാവിലെ 10:30-ക്കാണ് നമ്മുടെ ഇവിടുത്തെ പ്രദേശവാസികൾ ഇവിടുത്തെ മൂപ്പൻ കാട് കയറി പോകുന്നതായിട്ട് കണ്ടു. അപ്പം എന്തെങ്കിലും വനവിഭവം ശേഖരിക്കാൻ പോവുകയാണെന്നുള്ള രീതിയിൽ അവരാരും ആദ്യം അന്വേഷിച്ചില്ല. സന്ധ്യാസമയത്തിന് ശേഷവും കാണാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ആദ്യം തെരച്ചിൽ ആരംഭിക്കുകയും അതിനുശേഷം വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വനംവകുപ്പ് തെരച്ചിൽ ആരംഭിച്ചു. അതിനുശേഷം നമ്മൾ കാണാതില്ല എന്നും പറഞ്ഞ് പരാതി കൊടുത്തു. പോലീസും വനംവകുപ്പും അന്ന് മുതൽ ഇന്ന് 4 ദിവസമാകുന്നു. ഊർജിതമായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മളോട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അപ്പം ഇന്നും രാവിലെ മുതൽ 3 ബാച്ചായിട്ട് തിരിഞ്ഞും തെരച്ചിൽ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പഞ്ചായത്ത് മെമ്പറിന്റെ നേതൃത്വത്തിൽ തെരച്ചിലിന് മേടപ്പാറ വരെ പോവുകയുണ്ടായി. അപ്പം എല്ലാവരും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. മൂപ്പനെ തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും വീട്ടുകാരോടൊപ്പം നമ്മളും അതേ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 4 ദിവസം ആയതുകൊണ്ട് നമ്മളും എന്തായി എന്നുള്ളൊരു ഇതിലാണെങ്കിലും തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ടാണ് വിവരം അറിഞ്ഞത്. ഞായറാഴ്ച ഞങ്ങൾ മേടപ്പാറ, മണലരുവി ആ ഭാഗങ്ങളിലെല്ലാം ഉൾവനത്തിലെല്ലാം തിരഞ്ഞു ഫോറസ്റ്റുകാരും പോലീസുകാരും ഞങ്ങൾ കുറേ ജനനിവാസികളും എല്ലാവരും കൂടെ. പക്ഷെ എങ്ങും കണ്ടുകിട്ടാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇപ്പൊ കണ്ടുകിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളും. ഇപ്പൊ നമ്മള് വീട്ടിലെത്തിയപ്പോഴേ അവരുടെ കുടുംബാംഗങ്ങളോടൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ആകപ്പാടെ അവരുടെയൊക്കെ ഒരു അച്ഛനെ ഉള്ള അമ്മ പോലും കളഞ്ഞു പോയ സാഹചര്യമായിരുന്നു. ഇപ്പൊ 2-3 മാസമായുള്ളൂ വന്നിട്ട്. അതുവരെ ആ കുഞ്ഞുങ്ങളെ അവരെ അച്ഛനാണ് നോക്കിയത്. അപ്പൊ അവർക്ക് ആകപ്പാടെ എല്ലാം പോയ ലക്ഷണത്തിൽ തകർന്നിരിക്കുകയാണ് അവര്. മറ്റെന്തെങ്കിലും ഈ പുള്ളി അവിടുന്ന് പോകാനുള്ള എന്തെങ്കിലും കാരണങ്ങളോ ദുരൂഹസാഹചര്യങ്ങൾ എന്തെങ്കിലും പഞ്ചായത്തിനോട് എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? നമ്മളോട് ഇതുവരെ അവർ പ്രത്യക്ഷത്തിൽ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും നമുക്കറിയത്തില്ല. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ നമ്മുടെ നിങ്ങൾ നിൽക്കുന്നതിന്റെ ബാക്ക് വശം കാണുമ്പോൾ ഏക്കർ കണക്കിനല്ലേ കാട്ടിൽ എങ്ങനെ സാധാരണ ഇവര് പോയാൽ എത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചു വരും? അങ്ങനെ വല്ലതും? അവര് കൂടുതലായിട്ടും കൂട്ടത്തോടെയാണ് പോകാറുള്ളത്. സംഘങ്ങളായിട്ട് പോയി കാടിനുള്ളിൽ തന്നെ താമസിച്ച് വനവിഭവങ്ങൾ ശേഖരിച്ച് ചില ദിവസങ്ങളിൽ മാസങ്ങളോളം 1 മാസക്കാലമൊക്കെ നിന്നിട്ടാണ് അവർ തിരിച്ചു വരാറുള്ളത്. ചിലപ്പോൾ ഒരാഴ്ച. അത് അവരുടെ ആ വനവിഭവം ശേഖരിക്കുന്നതിനനുസരിച്ചിരിക്കും. ഒറ്റയ്ക്കായിട്ട് അങ്ങനെ അധികം പോകാറില്ല. സംഘം ചേർന്നാണ് അവർ പോകാറുള്ളത്. ഇവര് പോകുമ്പോഴേ മെമ്പറെ ഫോണോ മറ്റെന്തെങ്കിലും ഉപയോഗിക്കാറൊക്കെ ഉണ്ടോ? പോകുമ്പോ ഫോണോ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഫോൺ കൊണ്ടുപോയിട്ടില്ല. പുള്ളി ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. പിന്നെ എന്തോ പ്രശ്നമൊന്നും നമുക്കറിയത്തില്ല. അവരുടെ കുടുംബപരമായിട്ടാണോ ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. വനം വകുപ്പും പോലീസും ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ കുടുംബാംഗങ്ങളുടെ ആശങ്ക ഇപ്പോഴും മാറിയിട്ടില്ല. കോന്നി അരുവാപ്പുലം പഞ്ചായത്ത് ഭരണസമിതി ഒപ്പം അവരോടുണ്ട്. അവരെ ആശ്വസിപ്പിക്കാനാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുള്ളത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട. അമ്മയുടെ സ്നേഹവും പ്രകൃതിയുടെ നന്മയും നമ്മുടെ കുരുന്നുകളുടെ വളർച്ചയ്ക്കായി അസൽ ഏത്തയ്ക്ക പൊടിയുടെ കരുത്തുമായി ഡോക്ടർ ഫുഡിന്റെ ന്യൂട്രി ബനാന പൗഡർ. തലമുറകളുടെ കരുത്തിന് ഡോക്ടർ ഫുഡ് ന്യൂട്രി.